നമസ്കാരം. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കാരുടെ പ്രധാന ഇടമാണ് ഗൾഫ് രാജ്യങ്ങൾ. ഉയർന്ന യോഗ്യതയുള്ളവർ മുതൽ തികച്ചും സാധാരണക്കാർ വരെ ഗൾഫിലേക്ക് ജോലി തേടി പോകാറുണ്ട്. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ജോലി സ്ഥലത്തേക്കും മറ്റും പതിവായി യാത്ര ചെയ്യേണ്ടി വരുന്ന ദുബായ് നിവാസികൾക്കിനി ജീവിത ചെലവുകൾ വർദ്ധിക്കും. ദുബായിൽ പുതിയ സാലിക് ടോൾ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ബിസിനസ് ബേ ബ്രിഡ്ജിലാണ് പുതിയ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഷാർജ, കിഴക്കൻ ദുബായ് തുടങ്ങിയ പ്രധാന ബിസിനസ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകൾ പുതിയ സാലിക് ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പുതിയ ടോൾ ഗേറ്റ് വന്നതോടെ പ്രതിദിനം 8 ദിർഹം അധിക ചെലവാകുന്നുവെന്നാണ് നിരവധി പേർ പറയുന്നത്. പുതിയ സാലിക് ഗേറ്റ് ടാക്സി നിരക്കിലും വർധനവുണ്ടായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പുതിയ ഗേറ്റ് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തതും യാത്രക്കാരെ കുഴയ്ക്കുന്നുണ്ട്. ബിസിനസ് ബേ ബ്രിഡ്ജിന് പുറമെ അൽ സഫ സൗത്ത് ഗേറ്റിലും പുതിയ സാലിക് ടോൾ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ നഗരത്തിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10 ആയിട്ടുണ്ട്. പുതിയ 2 ടോൾ ഗേറ്റുകൾ കൂടി വന്നതോടെ മറ്റു റൂട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദുബായ് നിവാസികൾ. പുതിയ ഗേറ്റുകൾ ഗതാഗത തടസ്സം ലഘൂകരിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ജീവിത ചെലവ് വർദ്ധിക്കുമെന്നാണ് കൂടുതൽ പേരും ആശങ്കപ്പെടുന്നത്. നേരത്തെ തന്നെ ദുബായിലെ കുതിച്ചുയരുന്ന കെട്ടിട വാടക പ്രവാസികളെ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു. ദുബായ്, ഷാർജ, നോർത്തേൺ എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ കെട്ടിട വാടകയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. വിവിധ മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങൾ കാരണം നിരവധി വിദേശികൾ ഇവിടങ്ങളിലേക്ക് തൊഴിൽ തേടി എത്തുകയും അതുവഴി UAE ജനസംഖ്യയിൽ വൻതോതിലുള്ള വർധന ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് കെട്ടിട വാടക നിരക്ക് ഉയർന്നത്. ദുബായിലെ വാടക വടക്കൻ എമിറേറ്റുകളേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ജൂലൈയിൽ നടത്തിയ സർവേയിൽ ദുബായിലെ ജീവിത ചെലവ് സൂചിക ജനുവരിയിൽ 138 സ്ഥാനത്ത് നിന്ന് ജൂൺ ആയപ്പോഴേക്കും 70 ഉയർന്നിരുന്നു. നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതിനാൽ ആഗോള ഘടകങ്ങളും പണപ്പെരുപ്പത്തെ സ്വാധീനിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജനുവരിയിൽ പെട്രോളിന് ലിറ്ററിന് 2.71 ദിർഹം ഉണ്ടായിരുന്നത് മെയ് ആയപ്പോഴേക്കും 3.22 ദിർഹമായി കൂടിയിരുന്നു. ജൂണിൽ അല്പം കുറവുണ്ടായെങ്കിലും ജനുവരിയിലെ നിരക്കിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. കോവിഡിന് ശേഷം വാടക ഗണ്യമായി വർദ്ധിക്കുകയാണ്. ആഗോള വിദഗ്ധരുടെയും നിക്ഷേപകരുടെയും UAEയിലേക്കുള്ള ഒഴുക്കും റിയൽ എസ്റ്റേറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. 5 മാസത്തിനിടെ ദുബായിൽ 2.55 ലക്ഷം വാടക കരാറുകളാണ് രജിസ്റ്റർ ചെയ്തത്. മുൻ വർഷത്തേക്കാൾ 6% വർധന. പണപ്പെരുപ്പ നിരക്ക് ജനുവരിയിൽ 109.91 നിന്ന് മെയ് ആയപ്പോഴേക്കും 111.34 ആയി ഉയർന്നിരുന്നു. വെള്ളം, വൈദ്യുതി, പാചകവാതകം, ഫർണിച്ചർ, ഗതാഗതം എന്നിവയ്ക്കുള്ള ചെലവ് കൂടിയിരുന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ 9 എണ്ണത്തിന് വില പരിധി വെച്ചിട്ടുണ്ടെങ്കിലും ശേഷിച്ചുള്ളവയുടെ വിലയിൽ വൻ വർധനയാണ് ഉണ്ടായത്. സാധാരണ ഇടത്തരം കുടുംബങ്ങളെയാണ് ഇത് പ്രയാസത്തിലാക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി മറ്റു ചെലവുകളും കൂടുകയാണ്. US, കാനഡ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, സൗദി, ഓസ്ട്രേലിയ എന്നിവയ്ക്കൊപ്പം ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ UAEയും ഇടം പിടിച്ചിരുന്നു. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് ദുബായിലുള്ളത്. ലോകോത്തര നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇന്ത്യക്കാരെ ദുബായിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണം. രാജ്യാന്തര തലത്തിലുള്ള സ്കൂളുകളുടെ സാന്നിധ്യവും താൽക്കാലികമായി സ്ഥിരമായും ദുബായിലേക്ക് എത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണവും എല്ലാം ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.